കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. രേണു സുധി, ശാന്തിവിള ദിനേശൻ. ശാന്തിവിള ദിനേശൻ രേണു സുധിയെ കുറിച്ചിട്ട് ചില കമൻറ്റുകൾ ആയിട്ടിരുന്നു. ആ കമൻറ്റിന് ഒരു മറുപടിയായിട്ട് ഈ രേണു സുധിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കിടിലൻ ട്രോൾ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ രേണു സുധിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണു സുധി ഒരുപാട് വൾഗറായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം രേണു ഈ ഒരു രംഗത്തേക്ക് വരുന്നത് സുധി എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു കലാകാരൻ്റെ ഭാര്യ എന്ന നിലയിലും അവർക്ക് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ കുറേ ആളുകൾ ഇടപെട്ടുകൊണ്ട് അവർക്കൊരു വീടൊക്കെ വെച്ച് കൊടുത്തു. ബിഗ് ബോസിൽ വന്നിട്ട് രേണു സുധി കാണിച്ചിട്ടുള്ള നാടകങ്ങളൊക്കെ നമുക്കറിയാം. മക്കളെ കാണാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ലൈഫിലുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കിടിലൻ ട്രോൾ വീഡിയോ ഒന്ന് കാണാതെ പോരുത്. കുറച്ച് ചിരിക്കാനൊക്കെ ആയിട്ടുള്ള നൈസ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഒരു അവതാരക പെണ്ണും ഒരു ഉർവശി നടിയും ഗൾഫിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികൾ നമ്മൾ കഴിഞ്ഞ വാരഫലത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഉർവശി നടി ചാടിയങ്ങിറങ്ങി. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. തേങ്ങ മോഷ്ടിച്ചവന്റെ തലയിൽ ചകിരി കാണുമെന്നൊരു ചായക്കടയിൽ ഇരുന്ന ഒരാൾ പറഞ്ഞപ്പോ ഈ മോഷ്ടിച്ചവൻ പതുക്കെ എന്റെ തലയിലുണ്ടോ എന്ന് തപ്പിയതുപോലെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. അവരെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അവതാരക കാട്ടിക്കൂട്ടുന്ന ഉടുതുണി പറച്ചെറിയൽ കഥ പോലും ഇത് എന്നെയാണ്, എന്നെ തന്നെയാണ് പറയുന്നതെന്ന് ഉർവശി നടി അറഞ്ചം പുറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് പറയുന്നു. മറുപടി പറയണ്ട, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്നെ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. ദിനേശ്, ശാന്തിവിള ദിനേശ് അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന്. പിന്നെ അത് കഴിഞ്ഞാൽ കുറെ തെറികളും. അപ്പൂപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇവൾക്ക് അപ്പൂപ്പൻ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. എന്റെ അമ്മയാണ്, ഒന്നുമില്ല. ഞാന് അഭിമാനത്തോടെ പറയുന്നു, 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ. അതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഭാഗ്യത്തിന് ഈ പെണ്ണുപിള്ള എന്നെ അച്ഛനെന്നോ മാമാന്നോ വിളിക്കാത്ത ഭാഗ്യമായി. ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയെന്നെ. എന്നോടാണ് തെളിവുകൾ ചോദിക്കുന്നത്. ഏതെല്ലാം ജോലികൾ ചെയ്യും, ബ്രോക്കറുടെ ഡീറ്റെയിൽ എല്ലാം എത്തിക്കാമെന്ന് വഞ്ചിക്കപ്പെട്ട ഈ ഗൾഫ് വാസികൾ തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത്. വിശദമായി അത് കിട്ടിയാൽ ഞാൻ പറയാം. തെളിവ് കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റും. എല്ലാം പറയാം, എനിക്ക് ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു തന്നു. പക്ഷെ അതുപോലെ എനിക്ക് എൻ്റെ തെളിവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാൾ ഡസൻ കല്യാണം കഴിഞ്ഞ ഒരു വധവല് പെണ്ണ് കൈയും വീശി വിമാനത്തിൽ കയറി പോകുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 1 ടൺ സമ്മാനങ്ങളുമായി തിരിച്ചു വന്ന് ഇറങ്ങുന്നുവെങ്കിൽ ഇവൾ ആര്, ഐശ്വര്യ റോയ് ആണോ എന്ന്, അല്ലെങ്കിൽ മഞ്ജു വാര്യരാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. കോമൺ സെൻസ് ഉള്ളവനാണ് ചിന്തിക്കും. അങ്ങോട്ടൊരു ഉണക്ക ബാഗും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് കുറെ പെട്ടികളും ഒക്കെ ആയിട്ടാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? മനസ്സിലായില്ലേ? കണ്ടവനെ കൊണ്ട് യാചിച്ച് തെണ്ടി പറക്കി വീടും മതിലും ഒക്കെ കെട്ടി താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന ഈ വധവല് ഇപ്പൊ പറയാണ്, നിനക്ക് എത്ര വയസ്സാടാ മോനോടൊക്കെ? 3. നിനക്കൊരു കാറ്. നിനക്കാ മറ്റേ വേറൊരു തള്ളക്കുണ്ടായ ചെറുക്കണ്ടല്ലോ, കാള പോലത്തെ ചെറുക്കൻ. എനിക്ക് 18. നിനക്കൊരു കാറ്. തന്ത അപ്പം ചൊറിഞ്ഞു അടയ്ക്കുന്നത്. അടുത്താണ് വാങ്ങിച്ചത്. അടുത്ത ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയില്ല ഇവന്റെയൊക്കെ ഹോബി. എവിടുന്ന് കിട്ടണ കാശി? എവിടുന്ന് കിട്ടണേ? ബ്രൂണോ രാജകുമാരന്റെ ചെറുപോളൊന്നും അല്ലല്ലോ. എനിക്ക് ആ ഡീറ്റെയിലുകളൊക്കെ കിട്ടിക്കോട്ട്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷെ നമ്മുടെ ചാനലിൽ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തെളിവുകൾ കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. വരട്ടെ. അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. 100%
ഞാൻ യോജിക്കുന്നു. എന്നെ പോരന് വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പെങ്കൊച്ചിന് ഈ വധവൽ പെണ്ണിന് ആവില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കാരണം അന്തസ്സായി ജീവിക്കുന്നവനാ ഞാൻ. ഉപ്പും പിടിയും ചോറേ ഉള്ളെങ്കിലും അന്തസ്സായി ജീവിക്കുന്ന വാടക വീട്ടിൽ ജീവിക്കുന്ന ആളാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി എന്താ ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു. ഈ ശാന്തിവിള ദിനേശിനെ ചുമ്മാ ഒന്ന് ചൊറിയാമെന്ന് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേണു എന്ന് പറയുന്ന ഈ ഒരു ഇപ്പൊ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു സാധനം ദുബൈയിൽ പോയിരുന്നു. ദുബൈയിൽ പോയി അവിടെ ചില ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടത്തിയതായിട്ടുള്ള ചില വാർത്തകളൊക്കെ വന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ശാന്തിവിള ദിനേശൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അപ്പൂപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് ഇവളും ഒരു വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും അതിന് നല്ല കണക്കിന് കൃത്യമായ രീതിയിൽ അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന നല്ല കിഡിലൻ ട്രോൾ വീഡിയോ ആണ്. കേരള ട്രോൾസിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഈ രേണു സുധി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ട്രോൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകളിലേക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.